ഞാൻ ഇന്ന് ശനിയാഴ്ച, അതായത് സെപ്റ്റംബർ 7-ാം തീയതി ആണെന്ന് തിരുവല്ലയിലാണ് റൂം എടുത്തിരിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ ഒരു ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട് ഉണ്ട്, ബെനോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബെനോണിൻ്റെ മാരേജ് ഇവിടുന്ന് ഒരു 20 മിനിറ്റ് ഉള്ളൂ, മല്ലപ്പള്ളി. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഒന്ന് ഒരുങ്ങിയിരിക്കുന്നത്. ഇതാ, അപ്പോൾ സായിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ട്രെൻഡ്സിൽ വന്നതാണ്. അപ്പോൾ ഇത് ട്രെൻഡ്സ് ഷോറൂമിൽ തിരുവല്ല തന്നെ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട്, അതായത് ഋഷീൻ്റെ റിസപ്ഷൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ രാത്രി തന്നെ ഇവിടെ എത്തി, തിരുവല്ല എത്തി. അപ്പോൾ 3-3:30 ആയപ്പോഴാണ് എത്തിയത്. എന്നിട്ട് കിടന്നപ്പോൾ തന്നെ 4-4:30. ഇന്നലെ രാത്രി തന്നെ പോകുന്നു. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ രാവിലെ പിന്നെ സമയമുണ്ടല്ലോ ഒരുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഓൾറെഡി മാരേജ് 11-11:30 അപ്പോൾ ഞങ്ങളിപ്പോൾ ഡ്രസ്സ് എടുത്തിട്ട് നേരെ ബെനോൻ്റെ മാരേജിന് പോകും. ഒരു ചർച്ച്, മല്ലപ്പള്ളിയിൽ ഒരു ചർച്ചിൻ്റെ അവിടെയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകും. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. മാലിയും കമ്മലൊന്നും കൊളാബല്ല. ഇത് ഞാൻ 3-4 കൊല്ലം മുന്നേ വാങ്ങിയ സാധനമാണ്. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയത്, മിന്ത്രയിൽ നിന്ന് വാങ്ങിയതാണ്. വളരെ ചീപ്പായിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. സായി മാത്രമാണ് കുറച്ച് റിച്ച് സാധനങ്ങൾ വാങ്ങുന്നത്. ഞാൻ കുറച്ച് ചീപ്പ് സാധനങ്ങളാണ്. അതായത് ഇങ്ങനത്തെ അങ്ങനെയല്ല, എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഞാൻ ഡ്രസ്സിന് അങ്ങനെ ഭയങ്കര പൈസ ഒന്നും ചിലവാക്കാറില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഞാൻ നല്ലത് വാങ്ങും. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഓൾറെഡി ഈ വെൽവെറ്റിൻ്റെ പാൻറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ടോപ്പ് മേടിച്ചു, കുർത്ത മേടിച്ചു. ഇതാണിപ്പോൾ സായി എടുത്ത ഡ്രസ്സ്. ഇപ്പോൾ ഡ്രസ്സ് എടുത്തോ? ഹലോ, ഇനി വേറെ ഷോർട്സ് എടുക്കാൻ നിൽക്കുക. എന്നിട്ട് വേണം നമുക്ക് മാരേജിന് പോവാൻ. കമോൺ എവരിബഡി. ആ കോഡ് എൻ്റെ ലുക്ക്. ഞങ്ങളങ്ങനെ ഒരല്ല ബെനോൻ്റെ മാരേജിന് വന്നാണ്. അപ്പോൾ നമ്മൾ കല്യാണ സ്ഥലത്തെത്തി. ഇവിടെയാണ് ലൊക്കേഷൻ, പരിയാരം മല്ലപ്പള്ളി. ഞാനപ്പോൾ ഒരു ക്രിസ്ത്യൻ മതാചാര പ്രകാരമുള്ളൊരു വിവാഹത്തിന് ആദ്യമായിട്ടാണ് വരുന്നത്. ബെനോൻ്റെ മാരേജിന് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇൻസ്റ്റയിലൂടെയാണ് പരിചയപ്പെട്ട്. പക്ഷേ ഞങ്ങൾ നല്ലൊരു ഫ്രണ്ടാണ്, എൻ്റെ സായി നല്ലൊരു ഫ്രണ്ടാണ്. അപ്പോൾ കല്യാണം പോയി കാണട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. ബെനോൺ എബി എൻ്റെ ഫെബേനെ കണ്ടു. ഞങ്ങളൊരു ചെറിയ ഡെസേർട്ട് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അല്ലേ? അല്ല, ഞങ്ങളോട് ഫുഡ് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേണ്ട, ഞങ്ങളൊരു ഡെസേർട്ട് കഴിക്കാൻ പറഞ്ഞു. ഡെസേർട്ട് എടുത്തു. ഡെസേർട്ട് സ്നേഹ. അവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ബെനോനോട് പറയുന്നത് വേറെ ദിവസം എനിക്ക് ചിലവ് ചെയ്യാറ്. അവിടെ ഒടുക്കത്തെ തിരക്കോട്. എനിക്ക് തോന്നാം കോട്ടയത്തുള്ള സാധനങ്ങളല്ലേ, അപ്പോൾ നല്ല അടിപൊളി വെറൈറ്റി, നല്ല മണം വന്നിരുന്നു. തിരക്കായിരുന്നു കഴിക്കാൻ പിന്നെ ഞാൻ വാരി വലിച്ച് കഴിക്കുന്നത് വേണം. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഞാൻ വാരി വലിച്ച് കഴിക്കുമ്പോൾ അയ്യോ എന്നുള്ളൊരു ഫീൽ വരുമോ എന്ന് വിചാരിച്ചാണ്. ഓക്കെ, ഒരു ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി ഇനി ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല, മൈക്കില്ല സ്നേഹം എൻ്റെ ഫോൺ. അപ്പോൾ ഓക്കെ ബൈ.
കൊച്ചി പോട്ടെ. പല പല റിവ്യൂകൾ സായി കണ്ടതിന് ശേഷം ഞങ്ങളൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറണേ. റഫറി സോറി, ഞാൻ ഫുഡ് വന്നപ്പോൾ വ്ളോഗ് എടുക്കാൻ മറന്നുപോയി. ഞങ്ങളൊരു ചട്ടിച്ചോറാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അഭിലാഷ് ഒരു മീൽസ്, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ചട്ടിച്ചോറിൽ കഴിച്ചോണ്ടിരിക്കണം. ഞങ്ങളെങ്ങനെ ആലപ്പുഴ അല്ല കുട്ടനാട് വഴി പോവാണ്. അപ്പോൾ കുട്ടനാട്ടിൽ ഈ സൈഡിലുള്ള സാധനങ്ങളെ കാണാൻ പറ്റുള്ളൂ. ആ എവിടെ ഈ സൈഡോ? ആ ഇങ്ങനെ കുറേ. പക്ഷേ കുട്ടനാട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ശരിക്കും സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനത്തെ സൂപ്പർ സ്ഥലമാണ്. അപ്പൊ നമ്മള് ഇത് കുട്ടനാട് കഴിഞ്ഞോ? നമ്മുടെ അടിപൊളി ഹൗസ് ബോട്ടുകളുണ്ട്. നമ്മൾ ഇനി ഒരു നെക്സ്റ്റ് ട്രിപ്പിൽ എന്തായാലും ഹൗസ് ബോട്ടിൽ കയറാൻ വരും. ആലപ്പുഴ അവിടെ നിറച്ചുണ്ടല്ലോ, കുറേ ഉണ്ടല്ലോ. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഇന്ന് വൈകുന്നേരം നമ്മളിപ്പോ തിരുവല്ലയിലെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത് കൊച്ചിയിലേക്കാണ്. അപ്പോൾ കൊച്ചിയിലേക്ക് വന്നത് എന്താന്ന് വെച്ചാല് അവിടെ കേരള സൂപ്പർ ലീഗിന്റെ ഇതുണ്ട്, ലോഞ്ചിങ് ഉണ്ട്, മാച്ചസ് ഉണ്ട്, ഫുട്ബോൾ മാച്ചസ്. അപ്പോൾ പൃഥ്വിരാജും ആരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു, അവർക്കൊക്കെ നമ്മളെ കാണണമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ചാടി പുറപ്പെട്ട് പോന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഫുട്ബോൾ കാണാൻ പോവാണ്. ഞാൻ വലിയ ഫുട്ബോൾ ഫാനല്ല, ഞാൻ ക്രിക്കറ്റ് ഫാനാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇന്ന് സ്പെഷ്യൽ എന്താ വെച്ചാൽ മലപ്പുറം കൊച്ചി ടീമാണ് മത്സരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും സ്വാഭാവികമായിട്ടും മലപ്പുറം ടീമിന്റെ കൂടെയാണല്ലോ. അപ്പം മലപ്പുറം ജയിക്കാൻ വേണ്ടി എന്തായാലും ചിയർ ചെയ്യും. അപ്പോൾ മലപ്പുറത്ത് എന്തായാലും ഫുള്ള് നമ്മുടെ നാട്ടിൽ നിന്ന് എന്തായാലും വരും കൊച്ചിയിൽ കളി കാണാൻ വേണ്ടിയിട്ട്. കലൂർ സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. 6 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ VIP സീറ്റിലൊക്കെയാണ്, VIP എടുക്കുന്നത്. ഞാനില്ലാതെ VIP സീറ്റ് അവിടെ നിന്ന് വേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ സായി എനിക്ക് വേണ്ടി സ്പെഷ്യൽ VIP സീറ്റൊക്കെ ഒപ്പിച്ചെന്നുണ്ട്. അല്ലേ സായി ബ്രോ? മലപ്പുറം ബസ്സോ? ഓഹോ, മലപ്പുറത്തിൻ്റെ ബസ്സൊക്കെ വന്നു കേട്ടോ അവിടുന്ന്. അടിപൊളിയുണ്ട്. അപ്പം ഞങ്ങൾ പോയിട്ടൊന്ന് പോയി കാണട്ടെ. നമ്മൾ കലൂർ സ്റ്റേഡിയത്തിൽ വന്നിരിക്കുകയാണ്. ഭയങ്കര ഒച്ചയും പോലും കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ VIP സ്പേസിലേക്ക് പോവാണ്. ആ സമയത്ത് എന്തായാലും നോക്കാം. അത് അപ്പുറത്തുണ്ടാവുന്ന മലപ്പുറം മലപ്പുറം ഫുട്ബോൾ ക്ലബിൻ്റെ ഉണ്ടാവും. രണ്ടിനും ഓപ്പോസിറ്റ് ആയിട്ട് നോക്കിക്കാണല്ലോ. പറയണ്ട, ടിക്കറ്റ് വാങ്ങിയിട്ട് വേണം പോവാൻ്റെ. Powered by Shanti Damodaran in the commentary box. ഈ ശബ്ദം അല്ലെങ്കിൽ ഈ ഒരു രൂപം മലയാളികൾക്ക് ഫുട്ബോളിന്റെ ഒരു സിനിമയായി മാറിയിരിക്കുന്നു. ആരുമാവാം, അതിനുവേണ്ടി യു ഹാവ് ടു ഫോളോ മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരള. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ചുകൂടെ ഒന്ന് എനർജി ആവണം. യു ഗൈസ് ആർ ഡൂയിങ് സച്ച് എ ഫാബുലസ് ജോബ്. കേരള ഫുട്ബോൾ
മലയാള അക്ഷരമാലയിലുള്ള ഒരു സാധനമാണ് ഉമ്മ. ഉമ്മ കൊടുക്കുകയാണെങ്കിൽ ഉമ്മ മാതാവിനും എല്ലാവരും വേദിയിലെത്തിയിരിക്കുന്നു. നല്ലൊരു കൈഡിയാവാം. Come on, I can't hear you. നമ്മളുടെ രണ്ടാമത്തെ ടീം കമ്മിങ് ഓൺ സ്റ്റേജ് നമ്മളുടെ സ്വന്തം കൊച്ചിയുടെ അഭിമാനമായി മാറാൻ പോകുന്നു മുഹമ്മദ് ഷൈബ. Baby Nilambara and AP Shamsuddin. Let's give it for Malampura Maxi. Sahadullah, KC Chandra Hassan and TJ Matthews. Kayaniയുടെ ശബ്ദം കേട്ടില്ല. Let's give it for from each team, please represent their team. Can be one of the owners or anyone, of course. Firoza, Navasa. സോന സോന സോനാരെ ഫുഡ് ഭയങ്കര ബഹളമാണ്. നമ്മുടെ നെയ്പ്പത്തല് ചിക്കൻ സ്റ്റൂ ഇതെന്താ ചില്ലി ചിക്കനോ പെപ്പർ ഓ ഇതാണ് പെപ്പർ ചിക്കൻ ഫ്രൈ. നമ്മുടെ ഇക്കുബായ് ക്വീൻ ഇക്കുബായ് ടെൻഷനിലാണ്. ടെൻഷൻ മാറാൻ ഫുഡ് കഴിക്കോ? ഹായ് നമ്മുടെ കിരൺ സാറാണ്. സോനയിലാണ്. സോനയിലാണ് വന്നിരിക്കുന്നത്.